നീ എത്ര കോഴ്സ് പഠിച്ചെന്ന് പറ, ഒന്നെങ്കിലും കംപ്ലീറ്റ് ചെയ്തോ. 21 വയസ്സായി. അമ്മ നിങ്ങൾക്ക് ഇനി ഒരു ഭാരമില്ല, നീ വാടാ. നീ ഇങ്ങനെ അമ്മയുടെ ചീത്തയും കിട്ടി നിൽക്കേണ്ട ആളല്ല. നിനക്ക് യൂറോപ്പിൽ പോയിട്ട് പഠിക്കാനല്ലേ ഇഷ്ടം? നീയേ എൻട്രി ഫ്ലൈ പോയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. എൻട്രി ഫ്ലൈയോ? ആ അതൊക്കെ ഉണ്ടാ. ഈ ചേച്ചി ഉണ്ടടാ നിന്റെ കൂടെ. ശരി ചേച്ചി, ഞാൻ പോട്ടെ. എന്റെ മോൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യൂ? അയ്യോ കൊച്ചിന് ഭ്രാന്തായി. വിഷമാ എനിക്കാ. അവൻ കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചതാ. മോള് രാത്രി എവിടെ പോയിരിക്കായിരുന്നു? അമ്മേ. ആ ശരിയാക്കി തരാം. കണ്ടമ്മ അവിടെ ലൈനാ. എനിക്ക് ബാംഗ്ലൂരെ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. വർഷമില്ലൊക്കെ അവിടെ. ഞാനും ജോലിക്ക് പോട്ടെ. ബാംഗ്ലൂരോ? എന്തിനാ ഇപ്പൊ ബാംഗ്ലൂർ വന്നേ? ഇവിടെ ഒരു കാരണവശാലും ബാംഗ്ലൂരുണ്ടല്ലോ. ബാംഗ്ലൂർ ഇട്ടപ്പോൾ എന്തായാലും വൈദ്യുതി പോട്ടെ. എന്നാലും എന്റെ കൊച്ചിനോട് നീ ഇത് ചെയ്തല്ലോടി. അയ്യടാ അവൻ കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും അവൻ രക്ഷപ്പെട്ട് പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അങ്ങനെ ആ പൂപ്പ കൺസൾട്ടൻസി വഴിയൊന്നുമല്ല ഞാൻ അവനെ പറഞ്ഞു വിട്ടെ. ഈ എൻട്രി ആപ്പില്ലേ, അവര് തന്നെ സ്റ്റഡി അബ്രോഡ് എമിഗ്രേഷൻ കൺസൾട്ടൻസി ആയിട്ടുള്ള എൻട്രി ഫ്ലൈ വഴിയാണ് അവൻ പോയത്. ഈ അബ്രോഡ് യൂണിവേഴ്സിറ്റികളിലെ ഡെലിഗേറ്റ്സ് നേരിട്ട് നടത്തുന്ന ഓൺലൈൻ എക്സ്പോയിൽ ഞാൻ അവനെ പങ്കെടുപ്പിച്ചു. മെയ് 24 അടുത്ത എക്സ്പോ ഉണ്ട്. എത്ര കുട്ടികളെ വെയിറ്റ് ചെയ്യുന്നറിയോ? പോയി രക്ഷപ്പെടട്ടെ. നിനക്കെന്തായാലും സന്തോഷമായല്ലോ. എനിക്കിപ്പോ നല്ല സമാധാനം.